അതൊന്ന് ബാലൻസ് ആയിട്ട് 1 ഓരോ കാര്യം ഇങ്ങനെ മാറി ചെയ്യാൻ നോക്കുക. വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്യണം. അത് നമ്മൾ അടുത്ത നേരെ മുട്ട് മടങ്ങുന്നു. ഇങ്ങനെ പൊങ്ങിയിട്ട് ഇതിവിടെ ഒന്ന് വെക്കാവുക. അതൊക്കെ പതുക്കെ നമുക്ക് വെക്കുള്ളൂ. വീണ്ടും നിന്നിട്ട് ഇവിടെ വെക്കാവുന്നത്. ഇത് റിലാക്സ് ചെയ്തിരിക്കുക. നമ്മൾ റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. കുപ്പിയിൽ നിങ്ങൾ മണൽ നിറച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ഡംബറാണേലും 1-ൻ്റെയോ അല്ലെങ്കിൽ 2-ൻ്റെയോ നമുക്ക് വാങ്ങിച്ചാൽ മതി. കാരണം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഡംബലിന്റെ സെക്ഷനാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഇതാണ് തരുന്നത്. മിക്കവാറും ബുധനാഴ്ച ആയിരിക്കും. അത് നമ്മൾ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് ചെയ്യുന്നതിനും മനസ്സിലാക്കാനുമാണ്. നമ്മൾ ഡംബല് ഇങ്ങനെ നീളത്തിൽ പിടിച്ച് ചെയ്യും. അത് കുപ്പിയാണ് നമ്മൾ ഇങ്ങനെ പിടിക്കും, ഡംബലാണ് ഇങ്ങനെ പിടിക്കും. അപ്പൊ നേരെ ആദ്യത്തെ പറയുമ്പോൾ ഇങ്ങനെ 1 2 3 ഇത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിനെ നമ്മൾ താഴോട്ട് വെച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ വേണം നമ്മളിതിനെ താഴേന്ന് എടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ മുട്ടും കൂടെ മടങ്ങിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോന്ന് വേണം ചെയ്യാൻ. ഇത് രണ്ടും ഒരു പൊസിഷനാണെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ കൈ പിടിച്ച് ചെയ്യും. അപ്പൊ ഈ കുപ്പിയിൽ നിങ്ങൾ മണൽ നിറച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ഡംബറാണേലും 1-ൻ്റെയോ അല്ലെങ്കിൽ 2-ൻ്റെയോ നമുക്ക് വാങ്ങിച്ചാൽ മതിയാകും. അപ്പൊ ഇതെന്ന് പറഞ്ഞത് ഈ പോലെ തന്നെ നിങ്ങൾ ഈസി ആയിട്ടുള്ള കുറെ സെക്ഷൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത പഠിപ്പിക്കാം. അപ്പൊ നമ്മൾ അത് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് ഈ കാലിങ്ങനെ മാറി ചെയ്യാൻ പഠിക്കാം. 1 2 3 5 6. അപ്പൊ പറ്റില്ലാത്തവർ നേരെ ഇങ്ങനെ 1 2 ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ ഏജിനനുസരിച്ചും ബോഡിയുടെ ബാലൻസ് അനുസരിച്ച് ചെയ്യുക. അപ്പൊ ഇതെന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ 1 2 പിന്നീട് നമ്മുടെ കാലിൽ നമുക്ക് ഇങ്ങനെ എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കാം. അത് ചെയ്തു. പിന്നെ നമ്മൾ ഇതിങ്ങനെ തലയ്ക്ക് ചുറ്റിക്കണ ഒരു സെക്ഷൻ ഉണ്ട്. ഇങ്ങനെ 1 2 ഇതിങ്ങനെ തലയ്ക്ക് ചുറ്റിക്കുക. അപ്പൊ നമ്മൾ ഒരു സൈഡിലോട്ട് തിരിച്ച് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. അപ്പൊ കുപ്പിയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കാം. നമുക്കത് ഇങ്ങനെ പിടിച്ച് ചുറ്റിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൈക്ക് ഇങ്ങനെ തന്നെ വേണം ഇത് ചുറ്റിച്ചു കൊടുക്കാനായിട്ട്. തിരിച്ച് ചുറ്റിച്ചെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഒരറ്റത്ത് പിടിച്ച് വീണ്ടും നമ്മൾ തലയുടെ ഇങ്ങനെ കറക്കിയെടുക്കുക. വീണ്ടും തലയുടെ ഇവിടെ കറക്കിയെടുക്കുന്നു. അപ്പൊ കുപ്പിയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്തപ്പോൾ അങ്ങനെ പിടിച്ചു. നിങ്ങൾ കുപ്പിയാണെങ്കിൽ അങ്ങനെ കറക്കും. നമ്മൾ ഇങ്ങനെയാണ് കറക്കുന്നത്. തിരിച്ച് കറക്കുക. അപ്പോൾ 2 കൈ പിടിച്ചുള്ളത് ഇങ്ങനെ ചെയ്യുന്നു. ഒറ്റ കൈ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇനി നമ്മൾ ഇതിങ്ങനെ കഴുത്തിന്റെ പുറകോട്ട് വെക്കുവാണ്. എന്നിട്ട് നേരെ 1 2 3 4 5 6. പിന്നെ ഈ സൈഡ് 1 2 3 4 5 6. ഈ സൈഡ് 1 2 3 4 5 6. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുപ്പിയാണ് തിരിച്ചു പിടിക്കണം എന്നുള്ള കാര്യം. ഇത് നമ്മൾ നേരെ ഇങ്ങനെ നിന്നിട്ട് ഇച്ചിരി ബാലൻസ് ആയിട്ട് നിൽക്കുക. ഇത് നേരെ ഇങ്ങനെ മുട്ട് മടക്കാതെ പറ്റുന്ന അല്ലാത്തവർ ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും മതി. ആദ്യം കൈ ഇങ്ങനെ മുക്കുന്നു. 1 2 3 4. അപ്പൊ അപ്പുറത്തെ സൈഡ് ഞാൻ കുപ്പി വെച്ച് കാണിച്ചു തരാം. അപ്പൊ ഈ സൈഡാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ താത്തി കൊടുത്തിട്ട് 1 2 3 4. അപ്പൊ എപ്പോഴും നമ്മുടെ ഇത് പൊക്കും നമ്മുടെ ഈ ഇവിടം വരെ വരണം. അത് ചെയ്തു. ഇത് നമുക്ക് നേരെ കൈ രണ്ടോടെ ഇവിടെ പിടിച്ചിട്ട് നേരെ മുട്ട് മടങ്ങുന്നത് 1 2 3 4 5 6. ഇത് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ല ബാലൻസ് കിട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നമ്മൾ അങ്ങനെ നിന്നിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കാലിങ്ങനെ ചെയ്ത് 1 നേരെ മടക്കുക. 2 3. കുപ്പി നമ്മൾ ഇതുപോലെ തിരിച്ചു പിടിക്കണം. 4 5 6 7 8 9 10 ചെയ്തു. ഇനി ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് ചാടുക. 1 2 3 4 5 6 7 8 9 10. അത്രയും ചെയ്ത് നമ്മൾ റിലാക്സ് ആയിട്ട് മുട്ട് മടക്കിയിട്ട് ഇത് ഇങ്ങനെ നേരെ ചെയ്യാം. 1 2 3 4 5. കുപ്പി ഈ സൈസിൽ തന്നെ പിടിച്ച് ചെയ്യുക. ഇത് നമ്മൾ കിടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ. അപ്പൊ ഇത് ഏകദേശം നിങ്ങൾക്ക് കുപ്പി എങ്ങനെ പിടിക്കണമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഈ കുപ്പി ഞാൻ മാറ്റി വെക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കിടന്നു നേരെ കിടക്കുക. മുട്ട് മടക്കി വെച്ചിട്ട് ഇതിനെ നേരെ കൈ തലയുടെ മുകളിൽ കൊണ്ടിരണം. നിങ്ങൾ ദേഹത്ത് വീഴുന്നത് 1 2 3 4 5. അത് ചെയ്തു. എപ്പോഴും നമ്മൾ റിലാക്സ് ആവശ്യമാണ്. അത് ചെയ്യുക. ഇനി ഇതിനെ തിരിച്ചിങ്ങനെ പിടിക്കും. കുപ്പി തിരിച്ചു പിടിക്കുക. നമ്മൾ പതുക്കെ ഏറ്റി ഇവിടെ കൊണ്ടുവെക്കുക. 1 2 3. ആദ്യം നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് പിന്നെ പൊങ്ങി ഇവിടെ ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഈ കൈ മാറ്റി പിടിക്കണം. 1 2 3
4 5 6 7. ഇനി തല പൊക്കിയിട്ട് 1 2 3. ഓരോ മുട്ടയിലോട്ട് നമ്മളിങ്ങനെ ചെരിച്ചു കൊടുക്കുക. 4 5. അത് ചെയ്യുക. കഴുത്ത് വീണ്ടും റിലാക്സ് ചെയ്യുന്നു. കാലിങ്ങനെ കൊടുക്കുക. 1 2 3 4 5 6 7. റിലാക്സ്. കഴുത്തൊന്ന് അയച്ചു കൊടുത്തു. നമ്മുടെ കാല് നീട്ടി വെച്ചു. കാല് നീട്ടി വെച്ചിട്ട് നേരെ തലയുടെ മേളിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇവിടെ തൊടാമോ എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം പറ്റിയിട്ടെങ്കിൽ 1 2 ഇങ്ങനെ ചെയ്താലും മതി. അതൊന്ന് ബാലൻസ് ആയിട്ട് 1. ഓരോ കാര്യം ഇങ്ങനെ മാറി ചെയ്യാമോ നോക്കുക. വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്യണം. അത് നമ്മൾ അടുത്ത നേരെ മുട്ട് മടങ്ങുന്നു. ഇങ്ങനെ പൊങ്ങിയിട്ട് ഇതിവിടെ ഒന്ന് വെക്കാവുന്നു. അതൊക്കെ പതുക്കെ നമുക്ക് കിട്ടുള്ളൂ. വീണ്ടും നിന്നിട്ട് ഇവിടെ വെക്കാവുന്നു. ഇത് റിലാക്സ് ചെയ്തിരിക്കുക. നമ്മൾ റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കണം. ഇരുന്നിട്ട് ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആദ്യം താഴോട്ട് ഇങ്ങനെ കൊടുക്കുക. 1 2 3 4 5 6. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ 1 4 6 7 8 9 10. പിന്നെ നമ്മുടെ കാലിൻ്റെ സൈഡ് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങോട്ടും കൊടുക്കണം. ഒരു സൈഡ് ഇങ്ങനെ കൊടുത്തു, ഇങ്ങോട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡ് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. ഇനി കാല് പൊക്കി 1 2. നമ്മളിങ്ങനെ 10 പ്രാവശ്യം ചെയ്തു. പൊക്കവും താത്തവും ചെയ്തിട്ട് നമ്മുടെ നടുവിന് ചുറ്റിച്ചെടുക്കാവുന്ന നോക്കുക. വീണ്ടും നമ്മൾ ചെയ്യണം. ഒരു സൈഡിൽ നമ്മളിപ്പോൾ ചുറ്റിയിട്ടുള്ളൂ. വീണ്ടും ഒരു ടേൺ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ നടുവ് ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. നേരെ ഇത് നമ്മൾ കാലിങ്ങനെ കുത്തി വെച്ചിട്ട് ഇതിങ്ങനെ ആട്ടി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കാല് പൊക്കി വെച്ചിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. എന്നിട്ട് ഇവിടെ കൈ കൊടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. ഇനി ഇച്ചിരി നേരത്തെ തന്നെ ഡമ്പൽ മാറ്റി വെച്ചിട്ട് നമ്മളിതിൻ്റെ ഒരു വേറെ സെക്ഷനാണ് മാറ്റി വെച്ചു. അപ്പം ഇനി നമ്മളൊന്ന് ബട്ടർഫ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഷൂ കാലിൽ കിടക്കുന്നവർക്ക് ബട്ടർഫ്ലൈ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഷൂ മാറ്റിയിട്ട് ബട്ടർഫ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമുക്ക് പറ്റുന്നത്ര സമയം ചെയ്ത് കൊടുക്കുക. കാലൊന്ന് വലിച്ചു പിടിക്കുക. നമ്മുടെ നടുവൊന്ന് സ്ട്രെച്ച് ആവാൻ, നടുവിന് ടിഷ്യൂ കുറയാനാണ്. ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് കാലിങ്ങനെ അകത്തോട്ട് കൊടുക്കുക. കാല് നിവർത്തി പിടിച്ചു, ബോഡി ഒന്ന് അയച്ചു, മുന്നോട്ട് താഴ്ത്തും കൊടുത്തു. കാലിങ്ങനെ ഒന്ന് അയച്ചു വെച്ചു. നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ ഈ കൈ ഇങ്ങനെ കൊടുത്തു, ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഒരു കാലിനെ നമ്മൾ കെട്ടിപ്പിടിച്ചു. ഈ കാലിനെ കുറച്ചൊന്ന് അകത്താൻ ശ്രമിക്കുക. 1 2 3. ഇത് വീണ്ടും എണ്ണം കൂട്ടി നമ്മൾ അകത്ത് ചെയ്യണം. വീണ്ടും ഈ കാലിനെ കെട്ടിപ്പിടിക്കുക. 1 2 3. വീണ്ടും അകലെ കൂട്ടി നമ്മൾ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചെറിയ പൊസിഷൻ ചെറുതായിട്ടുള്ള പഠിച്ചിട്ടാണ് ബാക്കി വലിയ വലിയ കാര്യങ്ങളോട് പോണത്. നെക്സ്റ്റ് നമ്മുടെ മുട്ടിനെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും പിടിക്കുമ്പോൾ ഈ കാലിന് ഇവിടെ കൂടെ ഒരു സപ്പോർട്ട് ഇട്ട് വേണം കൊടുക്കാൻ. ഒരു ഭാഗത്ത് തന്നെ പിടിക്കരുത്. എന്നിട്ട് ഈ കാല് ചുമ്മാ നടക്കണ പോലെ ചെയ്യുക. 1 2 3. പിന്നെ നമുക്ക് സ്പീഡ് കൂടി ചെയ്യാം. ഒരു കാല് എഴുതാ, അപ്പുറത്തെ കാല് ചെയ്യണം. 1 2 3. നമുക്ക് ബോഡിക്ക് ഒരു റിലാക്സ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കാലിങ്ങനെ കെട്ടിപ്പിടിക്കാവുന്നു. കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഉപ്പൂറ്റി നിലത്ത് ഇങ്ങനെ വെച്ചിട്ട് വിരലുകൾ ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വയറോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കാലിങ്ങനെ പിടിച്ചിട്ട് ഈ പൊസിഷൻ നിങ്ങൾ പഠിക്കും. വീണ്ടും റിലാക്സ് കൊടുക്കുന്നു. അവർക്ക് മാത്രം ചെയ്താൽ മതി. നമ്മൾ നേരെ വി പോലെ നിൽക്കുക. ഇങ്ങനെ നിന്നു, കാലിച്ചിലൊന്ന് അകത്തി, കൈയൊന്ന് അകത്തി. ഇവിടെ ഒരു 1 2 3 4 5 5 പ്രാവശ്യം ഈ കൈയിലോട്ട് ബലം കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുക. പിന്നെ നമ്മുടെ കാലിൻ്റെ അവിടുന്ന് ഡമ്പലെടുത്ത് മേളോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ പതുക്കെ ഏറ്റുക. ഒരു ബാലൻസ് കൊടുത്ത് ഏറ്റിട്ട് ജസ്റ്റ് ബോഡി ഒന്ന് അയച്ചു കൊടുക്കുക. 1 2 3. റിലാക്സ്. പിന്നെ നമ്മൾ നേരെ 1 4. 1 2 3 4 5 6. അത് ചെയ്തു. പിന്നെ നമ്മൾ കൈ പുറകെ പിടിച്ചിട്ടാണ് ചെയ്തത്. 1 2 3 4 5 6. പിന്നെ നമ്മുടെ രണ്ട് കൈകൾ ഒന്നിച്ച് പിടിച്ചിട്ട് 1 2 3 4 5. അത് ചെയ്യുക. പിന്നെ ഒറ്റ കൈ നമ്മൾ ചെയ്യാവുന്ന നോക്കുക. എങ്ങനെ ഇപ്പുറത്തെ കൈ ഒറ്റ കൈക്ക് നമ്മൾ ചെയ്യുന്നു. നേരെ ഈ സൈഡിലോട്ട് ചെയ്യും. ഇപ്പുറത്തെ കൈ സൈഡിലോട്ട് ചെയ്യുക. നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ നിവർത്ത് കൊടുക്കുക. ഈ സെക്ഷൻ കുറേ നമുക്ക് 2 ഡമ്പലും വെച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുക. ഇത് ചെയ്യുന്നു. ഇത് മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. 1 2 3. പിന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് ആട്ടി കൊടുക്കുക.
പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് വലിച്ചു, ഇവിടെ ഒന്ന് വലിച്ചു, ഇച്ചിരി നേരം നമ്മൾ ബോഡിയുടെ ഇവിടെ നിന്ന് പിടിക്കുക. പിടിച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ ഇതൊന്ന് ആട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിന് കുറച്ച് സെക്ഷൻ കൂടെ ഉണ്ട്, നമുക്ക് കൈ കളിക്കാതിരിക്കാൻ, അങ്ങനെ പലത്. അത് ചെറിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് തരും, സ്പെഷ്യലായിട്ട് ഇട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത